12 വയസ്സ് മുതൽ പോലീസിനെ കാണുന്ന ആളാണ് ഞാൻ. എൻ്റെ പിതാവ് ആഭ്യന്തരമന്ത്രിയായിരുന്ന അന്ന് മുതൽ. അന്നൊക്കെ എന്ത് മാന്യന്മാരായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, ആന്റണി മുഖ്യമന്ത്രിയായി, അന്നും കേരളത്തിലെ പോലീസ് മാന്യന്മാരായിരുന്നു. ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കള്ളക്കടത്തുകാരൻ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർ തെരുവ് ഗുണ്ടകളാവും എന്നുള്ളതിന്റെ തെളിവാണ്. എന്തൊക്കെയാ പറഞ്ഞത്? ചവിട്ടാമെന്നു, കൊല്ലാമെന്നു. ഇയാൾക്ക് മനുഷ്യനെ കാണുമ്പോ തന്നെ പേടിയാണ്. ഇയാൾക്ക് ഇരട്ട ചങ്കുമായിട്ട് സിംഗിൾ ചങ്ക് പോലും കറുപ്പ് കണ്ടാ പേടിയാ. അത് ഈ പോത്തിന് ചുവന്ന നിറം കാണുമ്പോ പോത്ത് അതിന്റെ കൺട്രോൾ കിട്ടും. അതുപോലെയാണ് പിണറായിക്ക് കറുപ്പ് കണ്ടാൽ പോത്ത് ചുവപ്പ് കണ്ട പോലെയാണ്. ഒരു നിറം കണ്ടുകൂടാ. നിങ്ങളുടെ സുഹൃത്ത് അച്യുതാനന്ദൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടോ? വേഗം പോയിട്ട് ഗവർണർക്ക് രാജി കൊടുക്കുക. കേരളത്തിലെ ജനങ്ങളോട് സമസ്താപരാധം 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 പറഞ്ഞൊഴിയണം. പക്ഷെ അതിനും വേണം ഒന്ന്, ഏത്? ഉളുപ്പ് ഉളുപ്പ് ഉളുപ്പ്. നമസ്കാരം. വടകര MP കെ മുരളീധരന്റെ പ്രസംഗങ്ങൾ വളരെ രസകരമായിരുന്നു. അദ്ദേഹമായിരുന്നു ഇത്തവണ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി എത്തിയത്. അതിനെ ചൊല്ലിയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു കേട്ട് പോയതാണ്. ഇപ്പോഴിതാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കവേ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കണ്ണിൽ കുടുങ്ങി. അത് കേട്ടപ്പോൾ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി, നിങ്ങളെ കൂടി കേൾപ്പിക്കണമെന്ന് തോന്നി. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു സിംഗിൾ ചങ്ക് പോലും ഇല്ലാത്തവൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെയാണ് കറുപ്പ് കണ്ടാൽ പേടി ഉണ്ടാകുന്നത് എന്നും ഒരു കള്ളക്കടത്തുകാരന്റെ തൊഴിലാളികൾ തെരുവ് ഗുണ്ടകളായില്ലെങ്കിലേ സംശയമുള്ളൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത്. തഗ് മറുപടികളാണ് പറയുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, കേൾക്കണം. കേട്ട് കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ അത് കേൾക്കുക. ഞാൻ പറയുന്നത് സത്യത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും. കാരണം നിങ്ങളത് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. കേട്ടാൽ നഷ്ടമൊന്നും വരില്ല. നല്ല അസൽ തഗ് പ്രസംഗം തന്നെയാണ്. 1 വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് ഈ പ്രസംഗങ്ങളൊക്കെ. ശരി, കാര്യം ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു ജാഥ പുറപ്പെടും എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഈ ജില്ലയിലെ പോലീസിന്റെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ആ വിവരം കേരളത്തിലെ DGP അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന്റെ നേരെയാണ് ജാഥ വരുന്നത്. അഖിലേന്ത്യാ നേതാവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ്. അങ്ങനെ അഖിലേന്ത്യാ നേതാവിൻ്റെ MP ഓഫീസിലേക്ക്, അതും ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ജാഥ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് DGP അറിയിക്കണ്ടേ? അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ DGP അത് സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ അറിയിക്കില്ല. അങ്ങനെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇത് തടയാമായിരുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞു നടത്തിയ ഒരു പ്രകടനവും അക്രമവും തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല, അവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കസാരയിൽ കുറെ വാഴ കൊണ്ടുവച്ചല്ലോ. ഞാൻ നോക്കാൻ അതിന്റെ പരിസരത്തൊന്നും ഒരു വാഴയും കണ്ടില്ല. ഞാൻ ഇത് മനഃപൂർവ്വം വാഴയും ചുമന്നു വന്നതാണ്. ഏതായാലും വാഴയിലേ വെച്ചുള്ളൂ. വാഴ കർഷകന്റെ അഭിമാനമായതുകൊണ്ട് ഞങ്ങൾക്കതിൽ സന്തോഷമുള്ളൂ. അല്ലാണ്ട് ചെമ്പൊന്നും കൊണ്ടുവന്നില്ല. ബിരിയാണി ചെമ്പ് കൊണ്ടുവന്ന് അവിടെ വെക്കാൻ പറ്റിയില്ലല്ലോ. അതേതായാലും വാഴ വെച്ച് നന്നായി. കാരണം ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ വയനാട്ടിലെ കർഷകൻ, ആ കർഷകൻ വാഴയും കാപ്പിയും കുരുമുളകും എല്ലാം അത്യധ്വാനം ചെയ്യുന്ന കർഷകൻ. ഞാൻ ഇവിടുത്തെ സഖാക്കളോടൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളുടെ 13 വർഷം നിങ്ങളുടെ MP ആയിരുന്നാണ്. ഈ വയനാട്ടിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഇടപെട്ടിട്ടുള്ള UDF ശ്രീ കരീം സാഹിബ് അപ്പച്ചനൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു കാലത്ത് വയനാട്ടിലെ കാപ്പി കർഷകർ തങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന മുഴുവൻ കാപ്പിയും കോഫി ബോർഡിന് കൊടുത്ത് ആ കോഫി ബോർഡിന്റെ നക്കാപ്പിച്ച കാശ് വാങ്ങിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല.
അന്ന് ഇവിടെ ജനപ്രതിനിധികളായിരുന്ന ഞാനും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും രാമേന്ദ്രൻ മാഷും രാഘവൻ മാഷും പരസ്യമായി തലച്ചോമടായി കാപ്പി പൊതുവിപണിയിൽ വിറ്റല്ലോ എന്ന് നിയമം ഞങ്ങൾ ലംഘിച്ചല്ലോ. പിന്നീട് 91 വന്ന കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ആദ്യം 30% കാപ്പി പൊതുവിപണിയിൽ വിൽക്കാൻ തീരുമാനിച്ചതും പിന്നെ 100% പൊതുവിപണിയിൽ വിൽക്കാൻ തീരുമാനിച്ചതും. അന്ന് മുതൽ കോൺഗ്രസും UDF-ഉം എല്ലാ കാലഘട്ടങ്ങളും വയനാട്ടിലെ കർഷകന്റെ കൂടെയില്ലേ? 2004 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കർഷകർ കൂട്ടാത്മഹത്യ ചെയ്ത സന്ദർഭമാണ് വയനാട്ടിൽ. കാരണം വായ്പ വാങ്ങിയ കർഷകന് കാർഷികോൽപ്പന്നങ്ങൾക്ക് തകർച്ചയുണ്ടായപ്പോ അനുശിവൻ AK ആന്റണിയുടെ ഗവൺമെന്റ് മുഴുവൻ കടങ്ങളും സഹകരണ സ്ഥാപനങ്ങളിലെ എല്ലാ കടങ്ങളും എഴുതി തള്ളി. പക്ഷേ നാഷണലൈസ്ഡ് ബാങ്കിന്റെ കടം എഴുതി തള്ളേണ്ട കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വാജ്പേയി സർക്കാർ. പക്ഷേ 2004 അധികാരത്തിൽ വന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ്. അന്ന് പറയുമ്പോൾ കേരളത്തിലെ അഹമ്മദ് സാഹിബ് മാത്രമേ ഉള്ളൂ UDF-ന്റെ ഏക MP. പക്ഷെ ആ കാലഘട്ടത്തിലും കാർഷിക കടങ്ങൾ എഴുതി തള്ളിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാരില്ലേ? അവ ഏതെല്ലാം ഘട്ടങ്ങളിൽ വയനാട്ടിലെ കർഷകന് പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ആ കർഷകന്റെ കൂടെ UDF ഉണ്ടായില്ലേ? ഇവ ബഫർ സോണിന്റെ പ്രശ്നം വന്നു. ആരുണ്ടാക്കിയതാരാ? സുപ്രീം കോടതിയുടെ വിധി ഇന്നലെ വന്ന വിധിയല്ലേ? 2019 ഒക്ടോബർ 23 കേരള മന്ത്രിസഭയല്ലേ സുപ്രീം കോർട്ടിന് ഒരു വെളിച്ചം കാണിച്ചു കൊടുത്തത്? 2 പ്രളയം കഴിഞ്ഞപ്പോ നിങ്ങൾ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ ഗാഡ്ഗിൽ നിങ്ങൾക്ക് ദൈവദൂതനായി മാറിയല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോ വയനാട്ടിലെ കർഷകന് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളും എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോകേണ്ട ഘട്ടം വന്നപ്പോ ആ കമ്മീഷൻ റിപ്പോർട്ട് മരവിപ്പിക്കാൻ അന്ന് കേന്ദ്രത്തിൽ ശുപാർശ ചെയ്തത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന UDF സർക്കാരല്ലേ? അതിനുശേഷം അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് ആ കമ്മീഷനെ മരവിപ്പിച്ച് പകരം മറ്റൊരു കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷന്റെ റിപ്പോർട്ടും തൃപ്തികരമല്ല എന്ന് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് സമഗ്രമായി കേരളത്തിലെ UDF ഗവൺമെന്റാണ് ഉമ്മൻ കമ്മീഷനെ വെച്ചുകൊണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ടും പോരാ എന്ന് കണ്ടു. ഉമ്മന്റെ റിപ്പോർട്ട് സമർപ്പിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കാര്യത്തിൽ കേരള സംസ്ഥാനമല്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ വിധി വന്നപ്പോ റിവ്യൂ പെറ്റീഷൻ പോണ്ടതാരാ? കേരളല്ലേ? ഇപ്പൊ ഇവിടുത്തെ വനം മന്ത്രി പറഞ്ഞു ഞങ്ങളിൽ കക്ഷിയായിരുന്നില്ല. പക്ഷെ വിധി വന്നപ്പോ നമ്മൾ കക്ഷിയായില്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ് നിജപ്പെടുത്തിയപ്പോ ഇടുക്കിയിലെയും വയനാട്ടിലെയും കർഷകർ ഇറങ്ങിപ്പോണ്ട സ്ഥിതിയായില്ലേ? ഈ നിയമം പ്രാവർത്തികമാക്കിയാൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ചെയർമാന്റെ കസാരയിൽ കടുവ കയറിയിരിക്കില്ലേ? കാരണം മുനിസിപ്പാലിറ്റി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസാരയില് ആന കയറിയിരിക്കില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് സർക്കാർ ഇതിൽ ഒരു പുനർപരിശോധന ഹർജി നടത്തണം. നിങ്ങൾ നടത്തിയോ? നിങ്ങൾ ആരോട് ചർച്ച നടത്തുന്നു? നിങ്ങൾ വക്കീൽമാരായിട്ട് ചർച്ച നടത്തുന്നത് ബഫർ സോൺ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനല്ല. ബിരിയാണി ചെപ്പിൽ സ്വർണം കടത്തിയ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് നിങ്ങൾ വക്കീൽമാരുമായിട്ട് ചർച്ച നടത്തുന്നത്. അല്ലാതെ ബഫർ സോണിന്റെ കാര്യത്തിൽ 1 ഇഞ്ച് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അഭിനന്ദനായ തലശ്ശേരി പിതാവ് പറഞ്ഞ എന്താ? കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാന സർക്കാർ ഉത്തരവാദിയാണെന്ന് താമരശ്ശേരി പിതാവും തലശ്ശേരി പിതാക്കന്മാർ രണ്ടുപേരും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇന്ന് പ്രതികൂട്ടി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ 54 മണിക്കൂർ ED ശ്രീ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുമ്പോഴും ഓരോ ദിവസത്തെ നിയമപ്രശ്നങ്ങൾ സ്വന്തം വക്കീൽമാരുമായി ചർച്ച ചെയ്യുമ്പോഴും ആ സന്ദർഭത്തിലും രാഹുൽ ഗാന്ധി ഓർത്തത് തന്നെ ജയിപ്പിച്ച ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെയാണ്. അതുകൊണ്ടാണല്ലോ ഈ സമയത്ത് തന്നെ അദ്ദേഹം കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് പ്രധാനമന്ത്രിക്ക് അയച്ചത്. അദ്ദേഹം ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് അയച്ചത്. അവ തന്നെ നിരന്തരമായി എൻഫോഴ്സ്മെന്റ് വകുപ്പ് ചോദ്യം ചെയ്ത് തന്നെ കഷ്ടപ്പെടുത്തുമ്പോഴും
തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലുത്. അങ്ങനെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയക്കുന്നത്. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഞങ്ങൾ MP-മാരോട് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് 18-ാം തീയതി ലോക്സഭ വീണ്ടും ചേരുമ്പോ ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കണം, അത് ഞാൻ തന്നെ നേതൃത്വം നൽകാം എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി ഞങ്ങളോടൊക്കെ പറഞ്ഞത്. ഇത്രയേറെ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നിങ്ങൾ എന്തിനു തന്നെ മറിച്ചു കിടന്നു? അത് ഈ കാലഘട്ടം ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടം, ഒരു സെക്യുലർ കാഴ്ചപ്പാടിലേക്ക് വന്ന ശിവസേനയെ ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി അമിത്ഷായെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം, ജനപ്രതിനിധികളെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ വിട്ട് ഭീഷണിപ്പെടുത്തി കൂറുമാറ്റാൻ അവരെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആ നരേന്ദ്രമോദിക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്നലെ കേരളത്തിലെ CPM നൽകിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു അപരാധമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ ഐക്യത്തിന്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കാട്ടാന ഭരണത്തിനെതിരായ ഒരു സർക്കാരിനെതിരായി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഒരു പ്രതിപക്ഷ സഖ്യത്തിന് അതിന്റെ കടക്കലാണ് നിങ്ങൾ ഇന്നലെ കത്തിവെച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പോ ഗാന്ധിജീനെ കണ്ടുകൂടാ അല്ലേ? ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളൊക്കെ നിരന്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ BJP കുറ്റം പറയുന്നതും അപമാനിക്കുന്നതും ഞങ്ങൾ കാണുകയും അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അത് സ്ഥിരം ഒരു ഏർപ്പാടാണ് BJPയുടെ. നെഹ്റുവിനെ കുറ്റം പറയാതെ ഒരു ദിവസം പോലും അവർക്ക് ഉറക്കം വരില്ല. അപ്പൊ കേരളത്തിലെ CPM-ഓ നിങ്ങൾക്ക് ഗാന്ധിജിയെ കണ്ടുകൂടാ? നിങ്ങൾ പയ്യന്നൂരിലെ ഗാന്ധി പ്രതിമയുടെ കഴുത്ത് വെട്ടിയില്ലേ നിങ്ങൾ? ആ നിങ്ങളല്ലേ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഗാന്ധിയുടെ ചിത്രം ചവിട്ടി പൊട്ടിച്ചത്? എന്നിട്ട് ഇന്ന് ദേശാഭിമാനി റിപ്പോർട്ടർ ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുക, സോഷ്യൽ മീഡിയയിൽ കണ്ട ചിത്രത്തിലൊക്കെ ഗാന്ധിജി ഉണ്ടല്ലോ, പിന്നെ ആരാ ഗാന്ധിജിയുടെ ചിത്രം ചവിട്ടി പൊട്ടിച്ചത്? സോഷ്യൽ മീഡിയ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആയിരിക്കും, അല്ലാണ്ട് കേരളത്തിൽ കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ ഗാന്ധിയുടെ ചിത്രം ചവിട്ടി പൊട്ടിച്ച രീതിയിൽ തന്നെയാണ് ഇന്നലെയും കണ്ടിട്ടുള്ളത്, ഇന്നും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വൃത്തികെട്ട രാഷ്ട്രീയ നാടകം കളിക്കരുത് എന്നാണ് സഖാവ് പിണറായിയോട് പറയാൻ. ഇവിടെ നിങ്ങളുടെ പോലീസ്, ഞാൻ കേരള പോലീസിനെ കുറിച്ച് പറയുമ്പോ എന്റെ 12 വയസ്സ് മുതൽ പോലീസിനെ കാണുന്ന ആളാണ് ഞാൻ. എന്റെ പിതാവ് ആഭ്യന്തരമന്ത്രിയായിരുന്ന അന്ന് മുതൽ. അന്നൊക്കെ എന്ത് മാന്യന്മാരായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, ആന്റണി മുഖ്യമന്ത്രിയായി, അന്നും കേരളത്തിലെ പോലീസ് മാന്യന്മാരായിരുന്നു. ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കള്ളക്കടത്തുകാരൻ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർ തെരുവ് ഗുണ്ടകളാവും എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ ഉൾപ്പെടെ കേരളത്തിൽ കാണാൻ കഴിഞ്ഞ പോലീസ് സംവിധാനം. ഞാൻ ഇവിടുത്തെ DGP-യോട് ചോദിക്കട്ടെ, ഞാൻ പഴയ ആളെ കുറിച്ച് ഞാൻ പറയാം, അതാണ് അദ്ദേഹം ഒരു മൺഗുണനായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ DGP അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന DGP-യാണ് ശ്രീ അനിൽകാന്ത് എന്ന് പറയുന്നത്. ആ അനിൽകാന്തിന് എന്ത് പറ്റി? ഈ കള്ളക്കടത്തുകാരൻ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഏറ്റുപിടിക്കേണ്ട സ്ഥിതിയാണെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതിനോട് അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, നീട്ടിക്കിട്ടിയ കാലാവധി ഉപേക്ഷിച്ചുകൊണ്ട് മാന്യമായിട്ട് അദ്ദേഹം DGP സ്ഥാനം ഒഴിയണം എന്നാണ് അദ്ദേഹത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത്. കാരണം ഓരോ ദിവസവും ഈ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് കേട്ടാൽ അങ്ങ് കൂടുതൽ മോശക്കാരനാവുകയുള്ളൂ. മുഖ്യമന്ത്രിക്കൊന്നും നഷ്ടപ്പെടാൻ ലാവേണ്ടതൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാം, നിങ്ങൾ എത്ര ഭീഷണിപ്പെടുത്തിയപ്പോ നിങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? 3 പേരെ കോടതി നൂരി പോകുന്നില്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? ചവിട്ടാൻ വന്നു, കൊല്ലാൻ വന്നു. ഇയാൾക്ക് മനുഷ്യനെ കാണുമ്പോ തന്നെ പേടിയാണ്. ഇയാൾക്ക് ഇരട്ട ചങ്കുമായിട്ട് സിംഗിൾ ചങ്ക് പോലും കറുപ്പ് കണ്ടാ പേടിയാണ്.
അത് ഈ പോത്തിന് ചുവന്ന നിറം കാണുമ്പോ പോത്ത് അതിന്റെ കൺട്രോൾ കിട്ടും. അതുപോലെയാണ് പിണറായിക്ക് കറുപ്പ് കണ്ടാൽ പോത്ത് ചുവപ്പ് കണ്ട പോലെയാണ്, ഒരു നിറം കണ്ടുകൂടാ. കേരളത്തില് ഒരു പ്രദക്ഷിണം നടത്തി ഇതിന്റെ ഇടയിൽ എല്ലായ്ക്കിലും കല്ലേറ്, എല്ലായിടത്തും കൂക്കിവിളി. ഇതെല്ലാം കഴിഞ്ഞൊരു യോഗത്തിൽ ചെല്ലുമ്പോ അദ്ദേഹം പറയാ, കളി എന്നോട് വേണ്ട കേട്ടാ. നോക്കിയപ്പോ ആരോ മുന്നിലിരിക്കുന്നറിയാം, കുറെ മഫ്റ്റി പോലീസുകാര്. സാധാരണ ജനമൊന്നുമില്ല. ഇയാളെ രക്ഷിക്കാൻ വന്ന മഫ്റ്റി പോലീസുകാരെ ഉപരിയെത്തിയിട്ട് പറയാ, കളി എന്നോട് വേണ്ട കേട്ടാ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ ശിങ്കിടികളൊക്കെ വിട്ടാലൊന്നും ഞങ്ങൾ ആരും പേടിക്കില്ല. നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോണം. നാണം കെട്ട പിണറായി, നിങ്ങൾ രാജിവെച്ച് മാന്യമായിട്ട് ഇറങ്ങിയാൽ ഇനി കൂടുതൽ നാറാതിരിക്കും. ഇപ്പൊ തന്നെ നല്ലോണം നാറിയിട്ടുണ്ട്. ഇനി കൂടുതൽ നാറാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് അച്യുതാനന്ദൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടോ? വേഗം പോയിട്ട് ഗവർണർക്ക് രാജി കൊടുക്കുക. കേരളത്തിലെ ജനങ്ങളോട് സമസ്താപരാധം 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 പറഞ്ഞു ഒഴിയണം. പക്ഷെ അതിനും വേണം ഒന്ന്, ഏത്? ഉളുപ്പ് ഉളുപ്പ് ഉളുപ്പ്. അതില്ലാത്തവൻ കേരളം ഭരിക്കുന്നതിന്റെ കുഴപ്പമാണ് ഇവിടെ കാണുന്നൊക്കെ. അതിലൊക്കെ നമ്മൾ അതിശക്തമായി നേരിടും. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനെ തൊട്ടാൽ എന്താ സ്ഥിതി മനസ്സിലായല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളൊക്കെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പൊ നമ്മുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ചു, KPC ഓഫീസ്. നമ്മുടെ നേതാവ് ശിവൻ AK ആന്റണിയുടെ മുറിക്ക് നേരെ കല്ലെറിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും ഗാന്ധിയൻ ആദർശം തന്നെ വേണമെന്ന് പറഞ്ഞാൽ, ഗാന്ധിജിയെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇടത്തെ ചുവടത്ത് അടിച്ചാൽ വലത്തെ ചുവട് കാണിച്ചു കൊടുക്കണം. അതിലും അടിച്ചാലോ പിന്നെ ഒറ്റ മാർഗം അടിക്കുന്നതിന്റെ കരണക്കുറ്റി അടിച്ചു കൊടുക്കുക. അതുകൊണ്ട് നാളെ UDFന്റെ പ്രവർത്തകർ നിയമം കയ്യിലെടുത്താൽ പോലും ഞങ്ങൾക്ക് അവരെ തള്ളി പറയാൻ കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചു. എന്നും UDFന് കരുത്തായി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം. ആദ്യം മോഡിക്കെതിരെ, പിന്നെ പിണറായിക്കെതിരെ രണ്ട് കള്ളന്മാർക്ക്, ഈനാം വെച്ചിക്കും മരപ്പെട്ടിക്കെതിരായിട്ടുള്ള ഈ സമരത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്, ജയ് ഇന്ത്യ.